ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഹെയർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്ന. എൻ്റെ മുടിക്ക് നീളം വെക്കാൻ കാരണമായിട്ടുള്ള ഓയിലാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളതെന്നൊക്കെയാണ് വീഡിയോ. അപ്പോൾ ഞാനൊരു 6 വർഷത്തോളമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഓയിലാട്ടോ. എനിക്ക് എൻ്റെ ഉമ്മച്ചി 2 പ്രാവശ്യം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നമ്മൾ ഈ കയ്യൂന്നി എന്നൊക്കെ പറയും, എൻ്റെ നാട്ടിൽ കഞ്ഞൂണി എന്നൊക്കെ പറയാറ്. കയ്യൂന്നി പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കി തന്നു. 2 തവണ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെ എന്തൊക്കെയാണ് ആഡ് ചെയ്തതെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഓയിലായിട്ടിത്. എനിക്ക് അത്യാവശ്യം ഒരു 6 വർഷം മുമ്പ് എൻ്റെ കൈമുട്ടിൻ്റെ അത്രയ്ക്ക് എനിക്ക് മുടി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എനിക്ക് അത്യാവശ്യം നല്ല മുടിക്ക് നീളമുണ്ട്. പിന്നെ നമ്മുടെ എറണാകുളത്ത് പൈപ്പ് വെള്ളമാണ്. അപ്പോൾ 6 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ വെള്ളമാണ് എയറിൽ യൂസ് ചെയ്യുന്നത്. ഈ വെള്ളം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല മുടി കൊഴിച്ചിലുണ്ട്. പിന്നെ മുടിയിൽ താരനും ഉണ്ട് അത്യാവശ്യം നന്നായിട്ട്. എന്നാലും എൻ്റെ മുടിക്ക് ഇപ്പോൾ 6 വർഷമായിട്ടാണ് മുടിക്ക് നീളം വയ്ക്കൽ തുടങ്ങിയത്. അത് ഈ ഓയിലും കൂടി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം ഞാൻ എന്തൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളതെന്ന്, നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടാവുന്നത് തന്നെ. പക്ഷെ എനിക്കിവിടെ ഇതൊന്നും കിട്ടത്തില്ല, കയ്യോന്നിയൊന്നും കിട്ടത്തില്ല. അപ്പം ഞാൻ ചില സമയത്ത് ഇതൊന്നും കിട്ടുന്ന സമയത്ത് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് എല്ലാം ഒരുമിച്ച് ആവുന്ന ടൈമിലാണ് ഞാൻ അധികം ഓയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ തവണ എനിക്ക് എല്ലാം ഒരുമിച്ച് കിട്ടിയപ്പോൾ ഞാൻ എണ്ണ ഉണ്ടാക്കി. അപ്പോൾ എന്തായാലും അത് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾ ആഡ് ചെയ്യുന്ന ചിലപ്പോൾ ഞാനിതിൽ ആഡ് ചെയ്യാത്ത സാധനങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്നത് ഞാൻ ചിലപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടാവത്തില്ല. എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ. എല്ലാം നമുക്ക് നമ്മുടെ തൊടിയിലും പറമ്പിലൊക്കെ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. ഞാൻ പിന്നെ ഹെയറിൽ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ മുടിയിൽ താരം വരുന്ന ടൈമിൽ ഫാർമസിയിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുന്ന ഒരു ഷാമ്പൂ ഉണ്ട്. അതല്ലാണ്ട് ഞാൻ പുറത്തുനിന്ന് കൂടുതലായിട്ട് ഷാമ്പൂ ഒന്നും ഉപയോഗിക്കാറില്ല. പിന്നെ നമ്മുടെ ചെമ്പരത്തിൻ്റെ ഇലയില്ലേ, അത് കിട്ടുന്ന സമയത്ത് മാക്സിമം അതും കൊണ്ട് തന്നെ താളി ഉണ്ടാക്കിയിട്ട് ഹെയർ വാഷ് ചെയ്യാൻ നോക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ വെള്ളം ആയതുകൊണ്ട് ഞാൻ വീക്കിലി 2 ഡേയ്സ് മാത്രമാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. അതിപ്പോൾ എനിക്ക് ശീലമായിട്ട് ഞാനൊരു 4-5 വർഷമാവാനായിട്ട് വീക്കിലി 2 ഡേയ്സ് മാത്രമേ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ കേട്ടോ. അത്യാവശ്യം എൻ്റെ മുടി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം എന്തായാലും എടുക്കും മുടി ഉണങ്ങി കിട്ടാൻ. പിന്നെ ഈ രാവിലെ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോഴൊക്കെ മുടി കെട്ടി വെച്ച് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഒരു സ്മെല്ലാണ്. അപ്പം ഞാൻ മാക്സിമം 2 ദിവസം മാത്രമേ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. പിന്നെ ആ വാഷ് ചെയ്യുന്ന ടൈമിൽ ഞാൻ എന്തെങ്കിലും പാക്ക് യൂസ് ചെയ്യാൻ നോക്കാറുണ്ട്. പുറത്തുനിന്ന് മേടിക്കുന്നതൊന്നുമല്ല, നമ്മുടെ ഉലുവേൻ്റെയോ അല്ലെങ്കിൽ ഇതുപോലെ ചെമ്പരത്തിൻ്റെ ഇല കിട്ടുന്ന ടൈമിലൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ പാക്ക് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അത് കുറേ പാക്കുകളൊന്നുമില്ല, ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു 3-4 ടൈപ്പ് പാക്ക് ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോസായിട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത്, ഏത് രീതിക്കാണ്, എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ അപ്പപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരുന്നതായിരിക്കും. എണ്ണ കാച്ചാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലോട്ട് എന്തൊക്കെ ആഡ് ചെയ്യുന്നത് നോക്കാം. ഒരു വലിയ കഷ്ണം അലോവേര, പിന്നെ ചെമ്പരത്തിൻ്റെ ഇല, ചെമ്പരത്തിൻ്റെ പൂവും മൊട്ടും ഒക്കെ കിട്ടുകയാണെങ്കിൽ ആഡ് ചെയ്തേക്കണം. എനിക്ക് അതൊന്നും കിട്ടിയില്ല. പിന്നെ തുളസിൻ്റെ ഇല, പിന്നെ കയ്യോന്നി, എൻ്റെ നാട്ടിൽ കഞ്ഞുണ്ണി എന്നൊക്കെ പറയുന്ന, മലപ്പുറത്ത് കയ്യോന്നി. ഇതാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ട മുടി വളരാനൊക്കെ ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവം കേട്ടോ. പിന്നെ മൈലാഞ്ചിൻ്റെ ഇല, പിന്നെ ഒരു 4-5 നെല്ലിക്ക. ഞാൻ ഇപ്പോൾ 1 ലിറ്റർ കാച്ചുന്നുള്ളൂ, അതുകൊണ്ട് ഒരു 5-6 എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കുഞ്ഞുള്ളി എല്ലാം കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കരിഞ്ചീരകം, ഉലുവ, പിന്നെ കറിവേപ്പില, ആര്യവേപ്പ് കിട്ടുകയാണെങ്കിൽ അതും കൂടി ആഡ് ചെയ്തേക്കണം. എനിക്കത് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഇത് കിയാർനെല്ലി എനിക്ക് ചെറിയ 2 ചെടിയേ കിട്ടിയുള്ളൂ. പിന്നെ ഇതാണ് കേശവർദ്ധിനി. നമ്മുടെ തൊടിയിലും പറമ്പിലൊക്കെ ഉണ്ടാവും, അധികം പേരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് അധികം പേർക്ക് അറിയത്തില്ല. ഇത് മുടി നരക്കാണ്ടിരിക്കാനും മുടി വളരാനും മുടി കൊഴിച്ചിലൊക്കെ മാറാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ചിലവരിത് താളിയായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊന്നും ആഡ് ചെയ്യാണ്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് എണ്ണ കാച്ചുന്നത് അതിലോട്ട് ആദ്യം അരപ്പ് ചേർത്തിട്ട് പിന്നെ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം.
മിക്സ് ചെയ്ത് നന്നായിട്ട് എണ്ണയിലെല്ലാം നന്നായിട്ട് മിക്സായി കിട്ടണം കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് ഇപ്പോൾ 1 ലിറ്റർ എണ്ണയാണ് ചേർക്കുന്നത്. ഇത് ഞാൻ മില്ലിൽ പോയി നേരിട്ട് മേടിച്ചിട്ട് വന്നാൽ കേട്ടോ. മാക്സിമം നമുക്ക് മില്ലിൽ നിന്ന് തന്നെ നല്ല കാച്ചിയ എണ്ണ ഉപയോഗിക്കാൻ നോക്കുക. പുറത്തുനിന്ന് മേടിക്കുന്നതായിരിക്കില്ല നല്ലത് കേട്ടോ. പിന്നെ ഇതെല്ലാം നന്നായിട്ട് എണ്ണയിൽ മിക്സ് ആവുന്നവരെ ഇളക്കിയിട്ട് മിക്സായി വന്നിട്ട് തീ ഓണാക്കിയാൽ മതി. എന്നിട്ട് സിമ്മിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങുന്നുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അരച്ച് ചേർത്തതെല്ലാം അടി പിടിക്കും. കരിയാണ്ട് നോക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് ചേർത്തിട്ടുള്ള എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് ഇതിൻ്റെ കളറൊന്ന് മാറി വരും. അപ്പോൾ തീ ഓഫാക്കിയിട്ട് തണുത്തിട്ട് ഒരു ബോട്ടിലോട്ട് മാറ്റി സൂക്ഷിക്കാം. പിന്നെ ഇതിലോട്ട് ഇനി ബ്രഹ്മിയും ആര്യവേപ്പും പിന്നെ നമ്മുടെ പേരയ്ക്കൻ്റെ ഇലയും കൂടിയും കിട്ടുകയാണെങ്കിൽ അതും കൂടി ആഡ് ചെയ്യണം. അങ്ങനെ എല്ലാ പ്രാവശ്യം ചേർക്കുന്നതാണ്, ഇപ്രാവശ്യം എനിക്ക് കിട്ടിയില്ല. ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ മുടി വളരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലൊക്കെ ഇതുപോലെ ഒന്നുണ്ടാക്കി ഉപയോഗിച്ച് നോക്ക്. ഏറ്റവും നല്ല മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ഏറ്റവും നല്ലൊരു എണ്ണ കേട്ടോ.